ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സ്റ്റേഷനുകളെ ദുബൈയിലെ പൊതുഗതാഗത സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് RTA. ഏകീകൃത ടിക്കറ്റിംഗ് സംവിധാനവും നടപ്പിലാക്കും. 2026 ഇത്തിഹാദിന്റെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കും. ദുബൈ മെട്രോ, ടാക്സി, ബസ് സേവനങ്ങളുമായി ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കാനാണ് നീക്കമെന്ന് RTA പൊതുഗതാഗത ഏജൻസി CEO അഹമ്മദ് ഹാഷിം ബഹ്റൂസിൻ അറിയിച്ചു. മെട്രോ ബ്ലൂ ലൈനുമായും റെയിൽ ശൃംഖല ബന്ധിപ്പിക്കും. എമിറേറ്റിലെ എല്ലാ താമസക്കാർക്കും സേവനം ലഭ്യമാക്കുമെന്നും അഹമ്മദ് ഹാഷിം ബഹ്റൂസിൻ അറിയിച്ചു. നോൾ കാർഡ് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനവും ഒരുക്കുന്നത്. ട്രാഫിക് പിഴകൾക്ക് ഇളവ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഘത്തെ അറസ്റ്റ് ചെയ്ത് ദുബൈ പോലീസ്. 30 മുതൽ 70% വരെ ഇളവ് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്ററാണ് പ്രതികളെ പിടികൂടിയത്. ഗതാഗത പിഴകൾക്ക് ഇളവ് ലഭിക്കുമെന്ന് അറിയിച്ച ആളുകളെ സമീപിച്ചായിരുന്നു തട്ടിപ്പ്. മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും ഹാക്കിങ്ങിലൂടെ കൈക്കലാക്കിയ ബാങ്കിംഗ് ഡേറ്റാസ് ഉപയോഗിച്ചും പിഴകൾ അടയ്ക്കും. തുടർന്നുള്ള ഇളവ് കഴിഞ്ഞുള്ള തുക നേരിട്ട് ആളുകളിൽ നിന്നും കൈപ്പറ്റും. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി നിയമാനുസൃതമായ രീതിയിലാണ് പണം അടച്ചിരുന്നത്. ഇതിനാൽ തട്ടിപ്പ് രീതികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ദുബൈ പോലീസിലെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കി നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. കടുത്ത ചൂടിൽ തൊഴിലാളികൾക്ക് ആശ്വാസമായി അബുദാബി പോലീസിന്റെ കൂൾ ദെയർ സമ്മർ ക്യാമ്പയിൻ. തൊഴിലാളികൾക്ക് ഭക്ഷണവും വെള്ളവും വെയിലിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങളും നൽകി. കടുത്ത ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവരെ ലക്ഷ്യം വെച്ചാണ് ക്യാമ്പയിൻ. ഫസ്റ്റ് അബുദാബി ബാങ്കുമായി ചേർന്നാണ് പദ്ധതി. കുടിവെള്ളം, ഭക്ഷണ സാധനങ്ങൾ, സൺഗ്ലാസുകൾ, സൺസ്ക്രീൻ എന്നിവയാണ് വിതരണം ചെയ്തത്. അലൈൻ പോലീസ് ഡയറക്ടറേറ്റിലെ ലേബർ അഫയേഴ്സ് വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി. തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് ലക്ഷ്യമെന്ന് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് മേധാവി ലഫ്റ്റനന്റ് കേണൽ നാസർ അബ്ദുള്ള അൽ സാദി അറിയിച്ചു. യുഎയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരിൽ വ്യാജ ടിക്കറ്റുകൾ വിറ്റഴിച്ചതായി കണ്ടെത്തൽ. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിന്റെ വ്യാജ ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത്. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE വേദിയാക്കുന്നത്. സെപ്റ്റംബർ 14 ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഔദ്യോഗികമായി വിൽപ്പന ആരംഭിക്കുന്നതിന് മുന്നേ വ്യാജ ടിക്കറ്റുകൾ വിൽപ്പന നടക്കുന്നതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ടിക്കറ്റുകൾക്കായി ഗൂഗിളിൽ തിരയുമ്പോൾ നിരവധി വെബ്സൈറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 1500 മുതൽ 11,000 ദിർഹം വരെയാണ് ടിക്കറ്റുകൾക്ക് നിരക്ക് ആവശ്യപ്പെടുന്നത്. ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിരവധി പേർ വ്യാജ ടിക്കറ്റുകൾക്ക് പണം നൽകിയതായാണ് വിവരം. കളി കാണുന്നതിനായി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചവർക്കാണ് പണം നഷ്ടമായത്. വ്യാജ ലിങ്കുകളിൽ ജാഗ്രതരായിരിക്കണമെന്നും വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.